പ്രിയമുള്ളവരെ, വചനജ്വാല 1398 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ജൂൺ 29 ഞായറാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ഇന്ന് ദൈവത്തിന്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കുന്ന ഈ പൊൻസുദിനത്തിൽ ഇന്നത്തെ വചനവായനയിൽ സുഭാഷിതങ്ങൾ 12-ാം അധ്യായം 1 മുതൽ 28 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. ശിക്ഷണം ഇഷ്ടപ്പെടുന്നവൻ വിജ്ഞാനത്തെയാണ് സ്നേഹിക്കുന്നത്, ശാസനം വെറുക്കുന്നവൻ മൂഢനത്രേ. ഉത്തമനായ മനുഷ്യന് കർത്താവിന്റെ അനുഗ്രഹം ലഭിക്കുന്നു, തിന്മ നിരൂപിക്കുന്നവനെ അവിടുന്ന് ശിക്ഷയ്ക്ക് വിധിക്കുന്നു. ദുഷ്ടതയിലൂടെ ആരും നിലനിൽപ്പ് നേടുന്നില്ല, നീതിമാന്മാർ ഒരിക്കലും ഉന്മൂലനം ചെയ്യുന്നില്ല. ഉത്തമയായ ഭാര്യ ഭർത്താവിന്റെ കിരീടം, അപമാനം വരുത്തി വയ്ക്കുന്നവൻ അവന്റെ അസ്ഥികളിലെ അർബുദവും. നീതിമാന്മാരുടെ ആലോചനകൾ ന്യായയുക്തമാണ്, ദുഷ്ടരുടെ ഉപദേശങ്ങൾ വഞ്ചനാത്മകവും. ദുഷ്ടരുടെ വാക്കുകൾ രക്തത്തിന് പതിയിരിക്കുന്നു, സത്യസന്ധരുടെ വാക്കുകൾ മനുഷ്യരെ മോചിപ്പിക്കുന്നു. ദുഷ്ടർ നിപതിക്കുമ്പോൾ നിശേഷം നശിക്കും, നീതിമാന്മാരുടെ പരമ്പര നിലനിൽക്കും. സൽബുദ്ധിയുള്ളവൻ അതിന്റെ പേരിൽ പ്രശംസിക്കപ്പെടുന്നു, വികടബുദ്ധി നിന്ദിക്കപ്പെടുന്നു. ആഹാരത്തിന് വകയില്ലാതിരിക്കെ വൻപു നടിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠൻ അധ്വാനിച്ച് എളിയ നിലയിൽ കഴിയുന്നവനാണ്. നീതിമാൻ വളർത്തു മൃഗങ്ങളോട് ദയ കാട്ടുന്നു, ദുഷ്ടരുടെ ഹൃദയം ക്രൂരത നിറഞ്ഞതാണ്. മണ്ണിൽ അധ്വാനിക്കുന്നവന് യഥേഷ്ടം ആഹാരം കിട്ടും, പാഴ്വേല ചെയ്യുന്നവൻ ബുദ്ധിശൂന്യനാണ്. ദുഷ്ടരുടെ ബലിഷ്ഠമായ ഗോപുരം തകർന്നടിയുന്നു, നീതിമാന്മാരാകട്ടെ വേരുറച്ചു നിൽക്കുന്നു. ദുഷ്ടൻ തന്റെ ദുഷിച്ച വാക്കുകളിൽ തന്നെ കുടുങ്ങിപ്പോകുന്നു, നീതിമാൻ കുഴപ്പത്തിൽ നിന്ന് രക്ഷപ്പെടുന്നു. ഒരുവന് തന്റെ വാക്കുകൾക്ക് നന്മ പ്രതിഫലമായി ലഭിക്കുന്നു, വേറൊരുവന് തന്റെ കരവേലയ്ക്ക് തക്ക പ്രതിഫലം കിട്ടുന്നു. ഭോഷന്റെ ദൃഷ്ടിയിൽ തന്റെ പ്രവൃത്തി ഉത്തമമാണ്, വിവേകി ഉപദേശം തേടുന്നു. ഭോഷൻ നീരസം പെട്ടെന്ന് പ്രകടിപ്പിക്കുന്നു, വിവേചനാശീലമുള്ളവൻ നിന്ദനം വകവയ്ക്കുന്നില്ല. സത്യം പറയുന്നവൻ വ്യാജം കൂടാതെ തെളിവ് നൽകുന്നു, കള്ളസാക്ഷി വ്യാജം പറയുന്നു. തുളച്ചു കയറുന്ന വാളുപോലെ വീണ്ടു വിചാരമില്ലാത്ത വാക്കുകൾ പ്രയോഗിക്കുന്നവരുണ്ട്, വിവേകിക വാക്കുകൾ മുറിവുണക്കുന്നു. സത്യസന്ധമായ വാക്ക് എന്നേക്കും നിലനിൽക്കുന്നു, വ്യാജമായ വാക്ക് ക്ഷണികമാണ്. തിന്മ നനയ്ക്കുന്നവരുടെ ഹൃദയം കുടിലമാണ്, നന്മ നിരൂപിക്കുന്നവർ സന്തോഷം അനുഭവിക്കുന്നു. നീതിമാന്മാർക്ക് അനർത്ഥം സംഭവിക്കുന്നില്ല, ദുഷ്ടർക്ക് ആപത്ത് ഒഴിയുകയില്ല. കള്ളം പറയുന്ന അധരങ്ങൾ കർത്താവിന് വെറുപ്പാണ്, വിശ്വസ്തയോടെ പെരുമാറുന്നവർ അവിടുത്തെ സന്തോഷിപ്പിക്കുന്നു. വിവേകി തന്റെ അറിവ് മറച്ചു വെക്കുന്നു, ഭോഷൻ തന്റെ ഭോഷത്വം വിളംബരം ചെയ്യുന്നു. സ്ഥിരോത്സാഹിയുടെ കരം ഭരണം നടത്തും, അലസന്മാർ അടിമവേല ചെയ്യാൻ നിർബന്ധിക്കപ്പെടും. ഉത്കണ്ഠ ഒരുവന്റെ ഹൃദയത്തെ നിരുന്മേഷവാനാക്കുന്നു,
നല്ല വാക്ക് അവനെ ഉത്തേജിപ്പിക്കുന്നു. നീതിമാൻ തിന്മയിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു. ദുഷ്ടന്റെ പെരുമാറ്റം അവനെ തന്നെ വഴിതെറ്റിക്കുന്നു. അലസനെ തന്റെ ഇരയെ പിടികിട്ടുകയില്ല. സ്ഥിരോത്സാഹിക്ക് അമൂല്യമായ സമ്പത്ത് ലഭിക്കും. നീതിയുടെ പാതയിലാണ് ജീവൻ. അനീതിയുടെ മാർഗം മരണത്തിലേക്ക് നയിക്കുന്നു. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വിശുദ്ധ പത്രോസ് പൗലോസ് സ്ലീഹന്മാരുടെ തിരുനാൾ ആഘോഷിക്കുന്ന സുദിനമാണ്. അന്ത്രയോസ് സ്ലീഹായുടെ അനുജനും യവനാന്റെ മകനുമായ ശെമയോൻ ഗലീലിയിൽ ജനിച്ചു. വിവാഹശേഷം കഫർനാമിലേക്ക് മാറി താമസിച്ചു. സ്നാപകന്റെ പ്രസംഗത്തോടെ അദ്ദേഹത്തിന്റെ ശിഷ്യനായി. സ്നാപകൻ യോഹന്നാനാണ് ഇരുവരെയും യേശുവിനെ പരിചയപ്പെടുത്തിയത്. അപ്പോഴാണ് യോനായുടെ പുത്രനായ ശിമയോനെ ഇനി മുതൽ കേപ്പ അഥവാ പത്രോസ് എന്ന് വിളിക്കപ്പെടും എന്ന് അരുളി ചെയ്തത്. പുനരുത്ഥാന ശേഷം ഈശോ അധികാരങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തു. അപ്പസ്തോലന്മാരിൽ പ്രഥമ സ്ഥാനം പത്രോസിനാണ്. 3 പേരെ തിരഞ്ഞെടുത്തപ്പോഴും എല്ലാറ്റിനും മുൻപിൽ പത്രോസായിരുന്നു. 7 കൊല്ലത്തോളം അന്ത്യോക്യയിൽ ഭരിച്ച ശേഷം 25 വർഷം റോമയിൽ പേപ്പൽ സിംഹാസനം അലങ്കരിച്ചു. 67 ജൂൺ 29-ാം തീയതി നീറോ ചക്രവർത്തിയുടെ ആജ്ഞ അനുസരിച്ച് കുന്നിൻ മുകളിൽ കുരിശിൽ തല കീഴായി തറച്ചു കൊന്നു. പ്രിയമുള്ളവരെ, ഇനി നമ്മൾ പൗലോസ് സ്ലീഹായെ കുറിച്ച് സ്മരിക്കുവാൻ പോകുകയാണ്. ബെഞ്ചമിൻ ഗോത്രജനായ സാവൂൾ കർത്താവിന്റെ ശിഷ്യരെ കൊന്നൊടുക്കണമെന്ന ഭീഷണി മുഴക്കി ജീവിച്ചയാളാണ്. ഡമാസ്കസിലേക്ക് പോകുമ്പോൾ ഒരു പ്രകാശം തട്ടി കുതിരപ്പുറത്തുനിന്ന് വീഴുകയും യേശുവിന്റെ ദർശനത്താൽ മർദ്ദകനായ സാവൂൾ പൗലോസായ കഥ എല്ലാവർക്കും സുപരിചിതമാണല്ലോ. അനനിയായിൽ നിന്നും സ്നാനം സ്വീകരിച്ച് കുറെ ദിവസം ഡമാസ്കസിൽ താമസിച്ച് ക്രിസ്തുവിന്റെ ദൈവത്വം പ്രസംഗിച്ച് യഹൂദരുടെ വിദ്വേഷപാത്രമായി. 14 ലേഖനങ്ങൾ പല സഭകൾക്കുമായി എഴുതി. 57 ബന്ധനസ്ഥനായി. 67 തല വെട്ടി എന്നാണ് ചരിത്രം. 3 പ്രാവശ്യം ശിരസ് കുതിച്ചു ചാടിയെന്നും ഓരോ സ്ഥലത്തും ഓരോ ഉറവ ഉണ്ടായെന്നും പറയപ്പെടുന്നു. പ്രിയമുള്ളവരെ, സ്ലീഹന്മാരായ വിശുദ്ധ പത്രോസ്, പൗലോസ് എന്നിവരുടെ മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും ഒരു നല്ല ഞായറാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.